ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു ഫ്ലവർ ബൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, വാലന്റൈൻസ് ഡേ മാത്രമല്ല നമ്മൾ ബ്രൈഡ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവർ ബൊക്കെയാണ്. അപ്പോൾ വലിച്ചു നീട്ടി ലാഗ് ആക്കണില്ല. നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഫോം ഫ്ലവർ ആണ്. ഇത് ഒരുവിധം ക്രാഫ്റ്റേഴ്സിൻ്റെ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ചിലയിടത്ത് ഇതിന് 50 റുപ്പീസാണ്, ചിലയിടത്ത് ഇതിന് 12 റുപ്പീസ് അത്രേ ഉള്ളൂ. പിന്നെ ആവശ്യമുള്ളതാണ് ഇതുപോലത്തെ ബാംബു സ്റ്റിക്ക്. ബാംബു സ്റ്റിക്ക് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ അടിഭാഗത്തുള്ളൊരു ഹോളില്ലേ, അതിലേക്ക് നമ്മൾ ബാംബു സ്റ്റിക്ക് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഇൻസേർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ബാംബൂ സ്റ്റിക്കും ഈ ഫ്ലവറും തമ്മിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക സെല്ലോ ടാപ്പ് വെച്ചിട്ട്. അല്ലെങ്കിൽ നമ്മളിത് എന്താ പറയുക, ബൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഒന്ന് ഊരി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ ബൊക്കെ ആ കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥ ആവും. അപ്പം അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി സെക്യൂർ ആക്കണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ആക്കിയാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്പോഞ്ചാണ്. ഇതിൻ്റെ പേര് എന്താ വെച്ചാൽ ഒയാസിസ് എന്നാണ്. ഇത് ഒരുവിധം എല്ലാ ക്രാഫ്റ്റേഴ്സിൻ്റെ ഷോപ്പിലും കിട്ടും. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് തെർമാക്കോളും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഇത് ഉണ്ടായിരുന്ന അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തെന്ന് മാത്രം. ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിന് ചെറിയ റേറ്റ് ഉള്ളൂ കേട്ടോ. ഇതിന് ആ ഒരു വലിയ പീസിന് എത്ര 40 റുപ്പീസ് എത്ര ആയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ അത് നമ്മൾ സെൻറ്റർ പോർഷൻ്റെ ഫ്ലവർ ബൊക്കെ ഇല്ല, അതിന് സെൻറ്റർ പോർഷൻ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ സെൻറ്ററിൽ ഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ട് ഗ്ലൂ ചെയ്തിട്ട് വെക്കുക. അത്രയും സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ നാശമായി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ചിലവരിങ്ങനെ ഗ്ലൂ ചെയ്യും, ചിലവർ ഗ്ലൂ ചെയ്യില്ല, അങ്ങനെയാണ്. പിന്നെ നമ്മളിതിൻ്റെ ചുറ്റുഭാഗം ഫ്ലവേഴ്സും ഇതുപോലെ ഇറക്കി വെക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യാം. അത് ഞാൻ ഇത് വീഡിയോയിൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ സെൻറ്റർ പോർഷൻ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുറ്റുഭാഗം വെക്കാനുള്ള ഫ്ലവറാണ് അറേഞ്ച് ചെയ്യണത്. ചുറ്റുഭാഗം വെക്കാനുള്ള ഫ്ലവർ എങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ സെക്യൂർ ആയതിനു ശേഷം നമ്മളിത് കമിഴ്ത്തി വെക്കുക. കമിഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഓരോ ഫ്ലവർ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഒരു നമുക്കൊരു കിട്ടും, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരേണ്ടി എന്നുള്ളത് കിട്ടും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലവർ ബൊക്കെ പിടിക്കണ പോലെ പിടിച്ചു വെക്കുക. പിടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കയറിയിട്ടാണോ ഇറങ്ങിയിട്ടാണോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അടിഭാഗത്ത് നന്നായിട്ട് ഈ എന്താ പറയുക, ബാംബു സ്റ്റിക്കിൻ്റെ ഇത് കാണാൻ ഈ കൊള്ളിയില്ലേ, അതിൻ്റെ അവിടെ നന്നായിട്ട് നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്ത് കൊടുക്കുക. എന്ന് കെട്ടുക, അങ്ങനെ തന്നെ പറയാം. കണ്ട, ഞാൻ അപ്പോൾ ഇതിൽ പിടിച്ചിട്ട് വെച്ചിരിക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. അതിന് എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഇളകിപ്പോവും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ സെല്ലോ ടാപ്പ് ചിറ്റണതും കാണിച്ചിട്ടില്ല. പിന്നെ അതുപോലെ സെല്ലോ ടാപ്പ് ചിറ്റിയാൽ മാത്രമല്ല ചെയ്തിരിക്കണം. ഞാൻ നന്നായിട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂല്ലേ അവിടെ നന്നായിട്ട് ആക്കുന്നുണ്ട്. കാരണം അത്രയും ടൈറ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ നല്ല നാശമായി പോകും. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നാശമായി പോയാൽ നമുക്ക് നല്ല വിഷമാവില്ലേ. അങ്ങനെ ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതാണ് ജിപ്സം ഫ്ലവർ. ചിലയിടത്ത് ഇതിന് ജിപ്സം ഫ്ലവർ എന്ന് പറയും, ചിലയിടത്തിന് എന്താ പറയുക, ബേബി ബ്രത്ത് അങ്ങനെ പറയാം. നമ്മൾ ഇതിൻ്റെ ഓരോ തണ്ടായിട്ട് നമ്മൾ മുറിച്ചെടുക്കും. തണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഓരോ തണ്ടാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഈ തണ്ട വെച്ചിട്ട് നമ്മൾ ഒന്ന് ബഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് എടുത്ത് ബഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കണ്ട ഇതുപോലെ നമ്മൾ കുറച്ചേശ്ശെ എടുത്തതിന് ശേഷം നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ആക്കി വെക്കും. ഇങ്ങനെ കുറച്ചെണ്ണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ നമുക്കനുസരിച്ചിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഇങ്ങനെ സൈഡിൽ വെക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് എന്താ പറയുക, ഓരോന്നിങ്ങനെ അടർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ സെക്യൂർ ആക്കി വെക്കുക. പിന്നീട് നമ്മളെ ബൊക്കെ ഫ്ലവർമക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിന്ന്. അതുപോലെയാണ് ഞാൻ സെല്ലോ ടാപ്പ് വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂവും വെച്ചിട്ട് കണ്ട സെക്യൂർ ആക്കി വെച്ചിരിക്കണത്. എന്നിട്ട് ഓരോ ഈ ജിപ്സം ഫ്ലവർ എടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ചിലവർ ഓരോ ഫ്ലവറിൻ്റെ മുകളിലും വെക്കും. ഞാൻ ഓരോ ഫ്ലവറിൻ്റെ മുകളിലും വെക്കും. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ സെൻറ്ററിലും വെക്കും. കാരണം അത്രയും തിക്നെസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ട അവസാനം ഇങ്ങനെ ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടുക നമുക്ക്. എന്നിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇടയിലൊക്കെ ഫ്ലവർ ഇല്ലാണ്ടിരുന്നാൽ നമുക്കത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ബൊക്കെ ഷീറ്റാണ്. ഇനി നമുക്ക് ബൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ബൊക്കെ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ കോണിച്ചു കോണാക്കിയിട്ട് നമ്മൾ മടക്കുക. കോണാക്കി മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ കോണിൽ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ കോണിൽ നിന്ന് ഒന്നിങ്ങനെ മടക്കുക. ഒന്ന് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു
ഇത് കിട്ടും കണ്ട ഓരോരോ കോർണർ കിട്ടും. അതുപോലെ തന്നെ ലെഫ്റ്റും ചെയ്യുക. ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം വെച്ചെങ്കിൽ ആ രണ്ട് സൈഡിലും കൂട്ടി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ആ ടാപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇനി ഫ്ലവർ വൈസ് ചെയ്യുമ്പോൾ നമ്മൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. വീണ് വെച്ചെങ്കിൽ ഇതിൻ്റെ ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നില്ല, എന്താ സ്റ്റാപ്ലർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ ഈ അടിയിലൊരു കോർണർ വരുന്നുണ്ട് അപ്പോൾ അവിടെ സ്റ്റാപ്ലർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും സെക്യൂർ ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ഫ്ലവർ ബൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബൊക്കെ ഷീറ്റ് വെക്കുക. ഇങ്ങനത്തെ 4 ബൊക്കെ ഷീറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ എത്രത്തോളം ഈ ബൊക്കയുടെ ലെയേഴ്സ് ഉണ്ടാവണം അത്രത്തോളം ബൊക്കയ്ക്ക് നല്ല ഭംഗി വരും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ബൊക്കെ നമ്മളിങ്ങനെ താഴത്ത് വെച്ചിട്ട് അതൊക്കെ നമ്മുടെ ഒരു ഐഡിയക്ക് ആട്ടാ ചെയ്യാം. ഫ്ലവർ മുകളിലേക്ക് നിൽക്കണോ അടിയിലേക്ക് നിൽക്കണോ കുറച്ചും കൂടി അടിയിക്കാവണോ അതൊക്കെ നമ്മളൊരു ഐഡിയക്ക് നമ്മൾ ചെയ്യുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ 2 എഡ്ജും കൂടിയിട്ട് നമ്മൾ ഒന്ന് സെല്ലോ ടാപ്പ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഓരോ ബൊക്കെ ഷീറ്റ് വെക്കുക, എന്നിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യുക. അതിൻ്റെ പോർഷൻസ് ഒന്നും ഞാൻ എടുക്കാൻ വിട്ടുപോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് തായിലെ ചോദിക്കൽ തുടങ്ങി. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ വീഡിയോകൾക്കൊന്നും ആഡ് ആക്കിയില്ല. അതന്നെയാണ് സത്യം. പിന്നെ അടിഭാഗത്ത് നന്നായിട്ട് എന്താ പറയുക നമ്മളൊരു ടൈ ചെയ്ത് കൊടുക്കുക, ഒരു റിബണായിട്ട് ഒരു ബോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ. അപ്പം ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്താൽ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്